ഹലോ ഗായ്സ് ഹലോ ഗായ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഹോളോ ഗെയിമിംഗ് ചാനലിലെ പുതിയ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ആ ഗെയിമായി. നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ ഗെയിമിൻ്റെ പാർട്ട് 2 ആയിട്ട് കളിക്കാൻ വന്നതാണ് ഗൈസ്. പക്ഷെ ഇത് പ്രശ്നമുണ്ട് ഗൈസ്, പറഞ്ഞു തരട്ടാ. നമ്മൾ സേവ് കൊടുത്തിട്ട് സേവ് ചെയ്ത് നോക്ക്, ഇതാണ് പറഞ്ഞത്. നമ്മൾ അന്ന് സേവ് ചെയ്ത് പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത്, അത് എന്താണെന്ന് അറിഞ്ഞൂടെ ഗൈസ്. അപ്പം അത്ര പോയെന്നാണ് തോന്നണം. എന്ത് ചെയ്യാം, ഇപ്പം നമ്മൾ കെയർ ചെയ്ത് ഞാൻ വെച്ചത് വരുമെന്നു. അപ്പം ഓക്കെ, എന്തേ നമ്മൾ പറ, നമ്മളിത് കണ്ടിന്യൂ ചെയ്യണോ ചെയ്യണ്ടേ? പറയണം കഴിച്ച്. കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഇനി ഞാൻ നോക്കാം അതെങ്ങനെയാണ് പോണേന്ന് വെച്ചിട്ട് ഇനി നോക്കാം. ഇനി ഒരു തവണയും കൂടെ അങ്ങനെ പോകണമെങ്കിൽ പിന്നെ ഞാൻ കളിക്കില്ല കഴിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ഏതുവരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറേ കളിച്ചിട്ട് അതുവരെ കൊണ്ടുപോയില്ലേ, അത് അത്രയും പോയി. അത്ര വലിയതൊന്നും അല്ല. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം ഗൈസ്, നമുക്കിത് കളിക്കാം. നോക്കാം എങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് അപ്പം നിങ്ങളെ ബോറടിപ്പിക്കണല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ കട്ട് ചെയ്യാം ആ പാർട്ട്. എത്രയോ എന്ത് പറയണത്, ഞാൻ ആ ഫോറസ്റ്റിൽ പോയിട്ട് അവിടെ തൊട്ട് ഇനി പാർട്ട് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വെയിറ്റ് പറഞ്ഞുതരാം വെയിറ്റ്. മാക്സിമം എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും. പേര് ഹോളോ തന്നെ അടിച്ചിട്ട് വെച്ചോളാം. ഓക്കെ ഉണ്ടോന്നു. ഓക്കെ ഇതപ്പോൾ കുറച്ച് ലോങ് ആയിരിക്കും. ഈ മിക്കവാറും ഒരു 45 മിനിറ്റ് ഒക്കെ വരും. 45 മിനിറ്റ് വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ പാർട്ട് നമ്മൾ കട്ട് ചെയ്യും ഗൈസ്. ഇന്നലെ കളിച്ച് തീർന്നില്ല, അവിടെ തൊട്ട് നമ്മളിനി കളിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇന്നലെ ബ്ലാസ്റ്റേഴ്സിനെല്ലാം എടുത്താ നമുക്ക് ചാർജാർഡ് തന്നെ മതി. ഇന്നലെ ആലോചിച്ച് ഗൈസ്, ബ്ലാസ്റ്റേഴ്സ് വേണോ ചാർജാർഡ് വേണോ? ചാർജാർഡ് മതി. അപ്പോൾ ഞാൻ എന്തായാലും ചാർജാർഡ് എടുക്കാം. ഓക്കെ, നമുക്ക് ചാർജാർഡ് എടുക്കാം. ചാർജാർഡ് പണ്ടേ സീനല്ലേ, ചാർജാർഡ് മതി. ചാർജാർഡ് മതി. ചാർജാർഡല്ല, ചാർജ് നമുക്ക് ലെവലപ്പൊക്കെ ചെയ്യാം. ഓക്കെ വേണ്ട. ഓക്കെ, റിസീവ് കോട്ട് കളർ. നമ്മളിപ്പോൾ ഫയറാണ് എടുത്തോണ്ട് വാട്ടർ എടുത്തു വേണ്ട, ഇതാണ്. ഓക്കെ, ഫൈറ്റ് ചെയ്യാം. ഫൈറ്റിനുണ്ട്. അപ്പം നമുക്ക് ഓക്കെ, അപ്പം ഈ ഫൈറ്റിംഗ് കാണണോ? ചാർജാറിൻ്റെ ആദ്യത്തെ ഫൈറ്റ് എല്ലാം കാണാം. വെയിറ്റ് ഇന്നലെ എത്ര ലെവലാണ്? നമ്മൾ 10 ലെവൽ എന്തോ ആണല്ലേ. ഞാൻ ആ വീഡിയോ നോക്കിയില്ലായിരുന്നു. പിന്നെ നിങ്ങൾ ആരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, മാക്സിമം പ്ലീസ്. ഒരു ലൈക്ക് 1 സബ്സ്ക്രൈബ്. ഓക്കെ, സ്കോട്ടർ. ഓക്കെ, നമ്മൾ ഇത്രേ ഓക്കെ സ്കോട്ടിൽ ക്യൂട്ടാണല്ലേ കാണാം. ചാർജാറിൻ്റെ എങ്ങനെ നമുക്കറിയാം. ഇവരൊന്ന് തോപ്പിച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, പിന്നെ പിന്നെ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ കാണാൻ പോകണമെന്ന് വെച്ചാൽ ബാക്കി അവിടെ തെറ്റായിരിക്കും. നമ്മൾ ഈ ഫൈറ്റും കൂടെ കാണിക്കണം. സ്ക്രാച്ച് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ അവന് ട്രാക്കിലല്ലേ ഉള്ളൂ ഡാമേജ്. അവന് ട്രാക്കിലാവും. അവന് സ്ക്രാച്ച് ഫസ്റ്റ് അവന് ട്രാക്കിലേ ഉള്ളൂ. സ്ക്രാച്ച് ചാടേ തോന്നുന്നു. ഇപ്പം എന്താണ് നമുക്കുണ്ടല്ലോ ഗ്രൗണ്ട്, വേറെ എന്തോ ഇതില്ലേ ഡിഫൻസ്. അപ്പം ഗ്രൗണ്ട് ഉണ്ടോ? സ്ക്രാച്ച്. ഓക്കെ നമ്മൾ ഇത് കഴിഞ്ഞ് പോക്കിമാൻ യൂണിയത്തിൻ്റെ വീഡിയോ പറഞ്ഞയച്ചു. ഇപ്പം അത് ഇനി കണ്ടിന്യൂസ് ചെയ്യും. ഇനി സേവ് ആയി പോയില്ലെങ്കിൽ. ഓക്കെ, പിന്നെ എനിക്ക് ഓക്കെ പിന്നെ എനിക്ക് ആദ്യം എടുക്കണം. വീട്ടിൽ കിടക്കുന്ന പോർഷൻ ഇല്ല, അതെടുക്കണം. ഓക്കെ, വീട്ടിൽ പോർഷൻ ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ, അതെടുക്കാം. ഡ്രൈവർ ഗ്രേ. പോക്കിമാൻ അതൊക്കെ ഇപ്പം പോവല്ല. മെയിൻ സംസാരിക്കണം പോടേ. അവൻ പോയി. നമ്മളാണോ ഗൈസ്? അപ്പം ഓക്കെ, ഇന്ന് നമ്മൾ സൗണ്ടൊന്നും കാണില്ല. ഓക്കെ ബൈ. പല ബായെന്നല്ല, അങ്ങനെയല്ല ഗൈസ്. നമ്മൾ നിർത്തിയില്ല. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ അത്ര എത്തിയിട്ട് നമ്മൾ ബാക്കി വരും ഗൈസ്. ഓക്കെ.
ഹലോ ഗായ്സ്, നമ്മളിപ്പം അത്രയും കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പം ചാർമാൻഡറിന് 10 ലെവലാക്കി, പിന്നെ പിജിയെ 1 ലെവലാക്കി, പിജി 3 ലെവൽ ഇപ്പോൾ തന്നെ, പിജി 3 ലെവൽ. ഓക്കെ, ബാക്കി കളിക്കാം. നമ്മൾ അന്ന് അവിടെ വരെ നിർത്തിയാണ്, പക്ഷേ ഇപ്പം ഇവിടെ നിർത്തിയില്ല. നമ്മൾ അവിടെ പോയിട്ട് ബാക്ക് ഇറങ്ങി വന്ന് ഫുൾ ഹെൽത്ത് ആക്കിയിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഇവിടെയൊക്കെ പോയി ഈ സൈഡിലോട്ട് പോകാൻ കഴിയും. ഈ സൈഡിൽ അവന് ഒരു ഫൈറ്റ് ഉണ്ടാവാമായിരിക്കും. വെയിറ്റ് ചെയ്യും, ഇവിടെ ജിം ഉണ്ടാവണോ? ഇവിടെ ജിം ബാക്കിലില്ലേ? അല്ല, ജിമ്മുണ്ട് അവിടെ, പക്ഷെ അവ തുറക്കൂല, ആ ജിമ്മ് തുറക്കൂല. ലാസ്റ്റ് നമുക്ക് തോപ്പിക്കാനുള്ള ജിമ്മാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. കുറേ വർഷം ഇത് പണ്ട് കളിച്ച് തരും. വെയിറ്റ് ആ കളർ ക്ലോസ് ആയി കണ്ടാ, നമ്മളപ്പോൾ ചിങ്ങോ ചാടും. ഫസ്റ്റ് നമുക്ക് ഗ്രേ അവിടെ മറ്റേ അവൻ വന്ന് അവിടെ നിൽക്കും, നമ്മുടെ റൈവല് താഴെ വരിപ്പോ, അല്ല മോള് വരിപ്പോ. മാക്സിമം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിച്ചു. ഇത് കഴിഞ്ഞ് പോക്കിമോൻ്റെ വീഡിയോ വരണം. ഓക്കെ, പോക്കിമോൻ യുണൈറ്റില്ല, അതിൽ പഴയ അക്കൗണ്ട് കിട്ടില്ല, ഗസ്റ്റ് അക്കൗണ്ട് തുടങ്ങി പുതിയതായിട്ട്. അതിൽ കൂടുതൽ ലുക്കാരിയൊക്കെ എടുക്കും. ലുക്കാരി ഗ്രേ ഞാൻ പറഞ്ഞില്ല, ഗ്രേ അവൻ്റെ നല്ല പോക്കിമോൻ ആണ്. അവൻ ഇതൊക്കെ ഹായ് ഹോളോ കത്ത് You probably do not have any baby buddies, do you? Get any stronger? Okay. അവൻ്റെ ബബ്ബസോറാണ്. ബൾബ് അല്ല, അവൻ്റെ കോട്ടിലാണ് സോറ്. ആ പേര് ഞാൻ മറന്നു. എനിക്ക് ജീൻസോടെ പേര് ഡാക്ടറിന് ചെറുതിൻ്റെ പേര് ഞാൻ മറന്നു. എനിക്ക് പേരെന്തിനായിരുന്നു? ശരി, അവൻ പിജി ഇറക്കിയടാ. ഫസ്റ്റ് പിജി 9 രൂപ. ഓടാ ചത്ത്. നമ്മളെ ഈ ചാർസാട് വരെ, ചാർമെൻഡർ വരെ ഒറ്റയടി ചത്തവൻ. അതാണ് അത്ര ഉള്ളതാ, ഒറ്റയടിക്കാൻ ചത്ത്. 105 രൂപ. അതെത്ര പകുതി ആയതേ ഉള്ളൂ. ഇവിടെ അത്രയും നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് 2.9 രൂപയാണല്ലേ. നമുക്ക് ഒരു കൂടിയ ലെവലായത് അവന് ഒന്നും കിട്ടി. നോക്കിയപ്പറ്റി ക്രാഫ്റ്റ് എന്നുണ്ടെങ്കിൽ വർക്കാവോ? അതൊന്നും വർക്കാണ്. നല്ല സ്കോട്ടിന് കുറച്ച് പാടാണ്. ഓക്കെ, അന്നൊക്കെ ഫുള്ള് ഫോണിലൂടെ എംബി കൊടുത്തിട്ട് അവന് ബബിളായി കാണൂല. ഇപ്പം അവൻ ബബിൾ ഉപയോഗിക്കാത്ത അവന് മറ്റേ കാളിലൊക്കെ ആയി കാണൂലേ. ഒന്ന് കൈകളി കാളിലൊക്കെ അതെന്തോ തുള്ളിയാണ്. എന്തിനനങ്ങിയത്? സ്ക്രാച്ച് മതി. അത് കൊണ്ട് സ്ക്രാച്ച് തീർക്കാൻ പറ്റുമോ അവന്? അത്രേ ഉള്ളു, തീർക്കും. നാളെ അല്ലേ 26 റൈവൽ ഗ്രേ. അങ്ങനെ നമുക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ രീതിയിൽ പോകുമ്പോൾ ഫോറസ്റ്റ് ഇപ്പോൾ ഓക്കെ ഫിഗർ ഓഫ് ആഫ്റ്റർ ജ്യൂസ് കൊടുക്കുക. പെട്ടെന്ന് പോടെ എൻ്റെ ഫ്രെയിമിൽ നിന്ന് എന്നാലും നമുക്ക് അടുത്ത് അനങ്ങാൻ പറ്റുള്ളൂ. അതെന്തിനാണ് എല്ലാ താഴോട്ട് സ്ഥലമാണത്? നമുക്ക് എത്ര എക്സ്പ്ലോർ ചെയ്ത് പോക്കിമോൻ ലീഗ് ഫ്രണ്ട് ഗേറ്റ്. ഓക്കെ അത് ഇന്ത്യടാ, ഫ്രണ്ട് ലോഗോ പോലെ ഇരിക്കണം. ഇവിടെ കടത്തി വിടൂലല്ലോ. നമുക്കൊരു ഇത് വേണം, ട്രെയിനറിന് ഇത് കൊല്ലണം. ഞാൻ അടുത്ത സ്ഥലത്ത് വെച്ച് വല്ല ട്രെയിനറിനെ കൊല്ലാൻ പറ്റില്ല. അതങ്ങനത്തെ സാധനം. റൂൾസ് ആർ വെയിറ്റ് ചെയ്യേ cannot let you pass. എന്തിനാണ്? only through skilled trainers are allowed through ഓക്കെ ബാഡ്ജ് വേണം. അതിൽ അടുത്ത ഇതല്ലേ ട്രെയിനർ ജിമ്മെന്ന് റോക്കിൻ്റെ ഇല്ലേ, റോക്കിൻ്റെ ജിമ്മ് തന്നെ. ഇവിടെ വരെ പോവാം. അതിനൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഇതിനൊന്ന് മാറ്റിക്കോ. പോക്കിമോൻ 10 ലെവലായില്ലേ, അങ്ങ് പിജി എടുത്തിട. സ്വിച്ച് ഇങ്ങനെ ഇടാം, അതിന് നല്ലത്. പിജിയെ കുറച്ച് ലെവലാക്കാം.
നമുക്കൊരു 3 പോക്കിമോനെ ഇവിടെ ചലിച്ച് നമുക്ക് പോകാം ഗൈസ്. ഒന്ന് വന്ന് ഏതാണ് 5 രൂപയുള്ളതോ ചക്രത്തെ ജീരോ ഗ്രൗളാണോ ഗ്രൗളാണ് അറ്റാക്ക് പോവാ. അവൻ്റെ ഒരു പിക്ക് ചത്ത് നമ്മൾ. അങ്ങനെ പെയിൻ്റർ ഒന്നും ആക്കേണ്ടത്. ചാർമാൻഡർ ആണ് ഇവിടെ. ചാർമാൻഡർ ഉണ്ട്. ഓക്കെ അതിൻ്റെ ഗ്രൗൾ അവനെ എംപയർ ചിപ്പത്ത് എടുത്തേരാം. ഇവനെ പിടിക്കണോ? പിടിക്കാല്ലേ? അവൻ എംപയർ ചത്തില്ലെങ്കിൽ അവനെ പിടിക്കാം. അച്ചോ ചത്തുപോയല്ലോ. അവനൊക്കെ ഒന്ന് 20. മറ്റവനും കൂടെ 20. ആവുന്നായിരിക്കോ? ഇവനൊക്കെ ഉണ്ടല്ലോ. ഇവനൊക്കെ പിടിക്കണോ? കൊടുത്താലേ അവിടെ ചാവില്ലടാ. ഇതിൽ ചാവില്ലേ? ഓക്കെ അയ്യോ നമുക്കിത് വന്നോടെ 8 ഒരു ലെവലാക്കിയും ചെയ്യാനാണ്. ഇതൊന്നും അത്ര ഇതില്ല. എന്നാലും ചാവണ്ട. പോഷൻ വെറുതെ ഇടയ്ക്ക് പൈസ പോഷൻ ഉണ്ടല്ല. പോഷൻ യൂസ് ചെയ്യാം. അത്ര ഉള്ളു. ആ മീൻ നമ്മളൊരു അറ്റാക്ക് മാറിയിട്ടാണല്ലോ അതൊക്കെ. എന്താ സീനാണോ? ഒരു 2 ലെവലുകളാണ് ഇപ്പോൾ പിജിയെ ഫുൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവൻ പിജി ഒരു 6 ലെവലാക്കി പിന്നെ സീനില്ല. അവിടെ പോയാലും ഫൈറ്റൊക്കെ എടുക്കാം. 4 ലെവല് ഇതേപോലെ മങ്കിയായിരുന്നു കൊള്ളായിരുന്നു. മറ്റേതാണ് റാറ്റിത്തെ കണ്ടിട്ടോ. റാറ്റിത്തെ കണ്ടല്ലോ പാത്രമാക്കാം. ചാവൂലായിരിക്കും പിടിക്കും. ചാവില്ല പിജയും ചാവില്ല. പിന്നെ നമ്മൾ ഓക്കെ ഇവനെ കൂടെ കൊല്ലുമ്പോൾ 5 ലെവലാവില്ല. 5 ലെവലാവില്ല. 2 പേരും അത് നമുക്കൊരു പോസ്റ്റ് പോയിട്ട് അടിക്കാൻ കഴിയും. മാക്സിമം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പറയണം ഊരടി കൊണ്ട് പറ്റില്ല. അറ്റാക്ക് നിൽക്കുന്നാവല്ലേ. ഓടിക്കാം 16 എക്സ്പിക്കാണ്. എത്രയാണ് ട്രെയിനറിനുള്ള അടിച്ചിട്ട് ഈ സൈഡ് കൊടുക്കാൻ പറ്റുക. ഇത് ഫോറസ്റ്റ് പോകാം ഗൈസ്. നമുക്ക് ഈ മങ്കിയൊന്നും പിടിക്കണ്ടല്ലേ. ഇനി എല്ലാവരും കൂടെ പിടിക്കണമെന്നിപ്പം അതാണ് വെറുതെ തന്നെ. നമുക്കിനി വെയിറ്റ് ചെയ്ത് പറഞ്ഞുതരാം വെയിറ്റ് ചെയ്യേ. ആദ്യം ഒന്ന് പോക്കിമോനൊന്ന് ചെയ്യട്ടെ. നമുക്ക് അവിടെ ട്രെയിനറിനകത്ത് അടിച്ചിട്ട് 4 മെൻറ്ററിന് ഈ എപ്പിസോഡിൽ പറ്റുമെങ്കിൽ 4 മില്യൺ ആക്കി എടുക്കാം. 4 മില്യൺ ആക്കാം പറ്റുമെങ്കിൽ. 10 ലെവലായില്ലേ? 6 ലെവലും കൂടെയല്ലോ. 16 ലെവലല്ല ലെവലപ്പാണോ? അവിടെ 4 മില്യൺ അരി. അയ്യോ വീണ് നോ വേണ്ട. ഓക്കെ അയ്യപ്പൊക്കെ വയ്ക്കോ. ഓക്കെ ഇതൊക്കെ നമ്മൾ നോക്കിയാൽ ഈ അപ്പൂപ്പൻ്റെ ബോളൊക്കെ പൊക്കിബോൾ കോളാണുള്ളത്. ഓക്കെ പോക്കിബോൾ പിടിക്കല്ലേ എനിക്ക് കയ്യന്നെ. അപ്പുറത്ത് പോക്കിബോളുണ്ട്, അത് എടുക്കണമായിരുന്നു. പിന്നെ എടുക്കാം. ഓക്കെ പോവാം. ഓക്കെ കഴിഞ്ഞ വീട്ടിൽ ഇതുവരെ നമ്മൾ നിർത്തിയത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങി. സോറി ഗൈസ്. ഓക്കെ ഇവനാരാണ്? എന്നൊക്കെ വെറുതെ വന്നിരിക്കണം അല്ലേ? ട്രെയിനറൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് മെയിനായിട്ട് 3 പോക്കിമോൻ തിറ്റും. 3 അല്ല എനിക്ക് ഇവിടെ ഇവനെയൊക്കെ തിറ്റുമല്ല. പക്ഷേ ക്യൂനെ അങ്ങനെ അത് പറയണ. പിന്നെ മറ്റേ ഇത് പേര് മറന്നു. നമ്മൾ അപ്പൂപ്പം പിടിച്ചു അതൊക്കെ ഒഴിച്ചു. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഇതിൻ്റെ അകത്ത് പീക്കാച്ച് കിട്ടും ഗൈസ്. പീക്കാച്ചിൽ അക്കനുസരിച്ച് തിറ്റണം. ആ പീക്കാച്ച് തെറ്റിയെന്നെങ്കിൽ മതിയായിരുന്നു.
അപ്പം നമുക്ക് പോവാം. 1 2 3. ഓക്കെ, ഫൈറ്റ് ചെയ്യാത്തൊരു പോക്കിമോണല്ല തിരിച്ചിങ്ങോട്ട്. ഇത് ഫൈറ്റ് ആയി ഗൈസ്. വേണ്ട വേണ്ട, PG ഇറക്കണ്ട തന്നെ ചെയ്യാം. വെറുതെ ഡാമേജ് മാറ്റി വയ്ക്കണം. വേണ്ട വേണ്ട, മറ്റേ PG കുറച്ച് ലെവലാക്കി ചാർജ് വലിയ ഗ്ലാസ് ടൈപ്പ് അല്ലേ, ഫയർ ടൈപ്പിൻ്റെ ഫുൾ ഡാമേജ് വീണ്ടും. ബ്രോ നീ വേണ്ട, ഇനി മറ്റേ തന്നെ മതി. എൻ്റെ കൂടുതൽ മറ്റേ ഫൈറ്റ് ചെയ്യാത്ത മറ്റേ മറ്റേ ഡിഫൻസ് മറ്റേ അത് മാത്രമുള്ള ഇപ്പം തന്നെ വന്നുകൊണ്ടിരിക്കണേ. നീ വേണ്ടടേ, വെയിറ്റ് ചെയ്. ആണ് പോക്കിബോൾ, ഫൗണ്ട് 1 പോക്കിബോൾ. ഓക്കെ ഓക്കെ, അപ്പം ഈ സ്ഥലം ക്ലോസ്, നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് അതുവരെ കറങ്ങി വരാം. ഏതറേ ഇത് ഇവരാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ഹെൽത്ത് പോകും. ഇവനത് പോയിസൺ ഉണ്ടല്ലോ, പോയിസൺ സ്റ്റിക്കാ അങ്ങനെ എന്തോ പറയുന്ന ഒരു അറ്റാക്ക് ഉണ്ട്. പോയിസൺ എന്താ കണ്ടാവുക. ഇവിടെ ഫൈറ്റ് കൊടുത്തോ ഞാൻ അന്നല്ലേ കൊടുത്തത്. വീണ്ടും പോയിസൺ അവനെ റണ്ണിനെ കൊടുത്തു. അവനെ എസ്കേപ്പ് ആകാൻ പറ്റും. അതെന്ത് ഇത്ര അടി കൊണ്ടിട്ടാണ് ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. PG പെയിന്ററായി, നല്ലതാ. എന്തോ റണ്ണാകാൻ പറ്റത്. വെയിറ്റ് ഞാൻ ലാസ്റ്റ് ഇനി നമുക്ക് വോയിസ് അടിച്ചതാണ് പ്രശ്നം. അല്ല വേറെ മറ്റേ ലെവലപ്പ് ചെയ്യണം. PG ഒരു 10 ലെവല്. ഇത് നടക്കുമെന്ന് അത് നേരിടും ഗൈസ്, അതാണ് പണിയാണ്. കുറേ നേരം എടുക്കും. ഇത് PK ഫിറ്റാണ് നമുക്ക് ലെവലപ്പ് ചെയ്യുന്നത്. PK ഫിറ്റ് അപ്പം വെക്കണം ഗൈസ്, അത്രേ ഉള്ളൂ. PK എത്ര മണിയുടെ നടക്കണത്. സ്പീഡ് സ്പീഡ് ഷൂസ് ഒന്നും ഇറ്റുള്ള കുറേ കഴിഞ്ഞ് പോകണം, ഇനിയും പോകണം. പിന്നെ സൈക്കിൾ ഇറ്റ് അതൊക്കെ ഞാൻ കുറേ കംപ്ലീറ്റ് ചെയ്തു. പണ്ട് 84 ലെവലെന്തോ ഇവനാക്കി ചാർജാണ്. സത്യത്തിൽ 84 ലെവലെന്തോ. പക്ഷെ ഇതേപോലെ സേവ് ആക്കിയതാണ് എന്താണെന്ന് പറഞ്ഞത്. അതും പോയി ഇങ്ങനെ. ഓക്കെ, നമ്മൾ അടുത്ത പോക്കിമോൺ സെന്റർ 6 മണിക്കാണ് ഇത് നിർത്തുന്നത്. അടുത്ത പോക്കിമോൺ സെന്റർ ആയിരുന്നു. അപ്പോൾ ആവും നേരത്തെ പോക്കിമോൺ സെന്റർ നോക്കാം. ഓക്കെ, സൗണ്ട് കുറച്ച് കുറയ്ക്കണല്ലേ. ഓക്കെ, PKസിന് എപ്പോൾ കിട്ടുന്നുണ്ടോ? PK എന്ന് വെച്ചാൽ നല്ല പാടാണ്, നല്ല റയറാണ്. ഇത് കുറേ നല്ല ലെജൻഡ് പോക്കിമോൺ. ഞാൻ ഇത് പാവൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ ചെറുതൊക്കെ വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഉണ്ടോ ഞാൻ പോക്കിമോൺ. ഗംഗാറുണ്ടല്ലോ, ഇതിൻ്റെ ഗംഗാറുണ്ട്. ഞാൻ മറ്റേനൊക്കെ പിടിച്ചത് കുറേ ലെവലപ്പം. ഈ ഇടയ്ക്ക് ഞാൻ കളിച്ചപ്പോൾ ഞാൻ ബൾബസോർ വീനസോറിൻ്റെ ബൾബസോർ തന്നെ അവനെടുത്ത് കളിച്ച് അവനെ സെക്കൻഡ് ലെവലാക്കി. ബൾബസോറിൻ്റെ സെക്കൻഡ് എന്തിനായിരുന്നു? ഇവ നീ ആറാ തിരിച്ച് ചാവൂടെ ഇവൻ്റെ കൂടെ പോയാൽ, അല്ലെങ്കിൽ സേഫ് അത്രേ. വേറെ ആരും വേണ്ടാന്ന് നോക്കട്ടെ. വേറെ എടുത്തോണ്ടല്ലോ, അവനെ കാണാനേ ഇല്ല. പിന്നെ പോക്കിമോൻ ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ നടക്കാതെ പോക്കി ഒരു കിട്ടി, ആഴെ കിട്ടി. ആരായിരിക്കും ഇപ്പം തന്നെടാ വീണ്ടും പറഞ്ഞ ഒരു കാര്യം ചെയ്യാം. ഇവന്ന് ഗോഡ് സേഫിലോ കുറേ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ പോകാൻ പറ്റില്ല. ഇതിനെ വേണ്ടേ മറ്റേ ഇവനാണ് എനിക്ക് വേണ്ട. ഇവനെ ഫൈറ്റ് ചെയ്യില്ല നോക്കാം. അല്ലെങ്കിൽ PG വെച്ച് ഫൈറ്റ് ചെയ്യാൻ കാണിച്ചാൽ ഇവൻ വേണം. ഇവിടെ നിന്ന് കുറച്ച് കളഞ്ഞു ഇവൻ തിരിച്ച് ഫൈറ്റ് ചെയ്യില്ല. ഇവൻ ഡിഫൻസ് യൂസും പാടാം. വിജയം യൂസ് ചെയ്തു. പിടിക്കാൻ പറ്റിയ ഈ പോക്കിമോനെയൊക്കെ വേണ്ടല്ല. PKസിന് മാത്രം പിടിക്കാം.
നമ്മളിപ്പോൾ 7 പോക്കി ബോളെന്തോണ്ട് 7 6 ഉള്ളു. അതൊന്ന് PG പിടിക്കാൻ കൊടുക്കും. ഓക്കെ ഇല്ലാത്ത ചത്തില്ല. ചത്തില്ല. ഈ വർഷം പരിപേർത്തുണ്ട്. ഇതിൽ ലെവൽ 5 ആവും ഈ അറ്റാക്ക് കൂടി. ഇവൻ ചത്താ ഉപയോഗിക്കണം. അവൻ്റെ ഇത് നല്ല ഒറ്റ പോകും. അങ്ങനെ അവൻ്റെ ഡിഫൻസ് ലോസായി. അവനിനി എച്ച് പി പോകണം. എത്ര എത്തി? 40 പോലെ ആവുമോ? ആയടാ 20 ഓക്കെ ലെവൽ 5 ഓക്കെ. സാൻഡ് അറ്റാക്ക് ഒന്ന് പഠിച്ച്. ഓക്കെ വെയിറ്റ് ഇവണ്ടോ വെയിറ്റ് ഞാൻ കുറച്ചുകൂടെ ലെവൽ 6 ആക്കിയിട്ട് PG നടത്താം. ലെവലപ്പ് ആക്കണം. ഓക്കെ ആരാണ് എവിടെ ഇനി തോന്നണം ഞാൻ അടിച്ചിടാം. ഇത് പെയിൻറ്റഡ് ആയാലും പ്രശ്നമില്ല. എവിടെ സാൻഡ് അറ്റാക്ക് നല്ലതാണോ? അല്ലല്ല മറ്റേ ഗ്രൗള് പോലത്തെ ഉണ്ടോന്ന്. പോയിസൺ ചെക്ക് എടുക്കണ പാടാണ്. സാൻഡ് അറ്റാക്ക് അടിച്ചു നോക്കാം. ഇത് തന്നെ ഇത് ഗ്രൗള് പോലത്തെ അഗ്രസീവൻ ഫാൾ. വീണ്ടും പോയിസൺ ചെക്ക് അവൻ്റെ ഇതാണ്. പോയിസൺ ആവല്ലേ? അത്ര പോയിസൺ ആയില്ല. ട്രാക്കിൽ കൊടുത്തു. അത് ഒന്നുകൂടെ ഇതാണ് പോയിസൺ. ഇത് കുഴപ്പമില്ല. അവൻ്റെ ഡിഫൻസ് ഇതാവണം. എൻ്റെ ഡിഫൻസ് ഇല്ല. വീട് പറഞ്ഞു അവന് വീണ്ടും അത് നമുക്ക് 2 അറ്റാക്ക്. ഓക്കെ ഇതോന്നെ അത്രേ ഉള്ളൂ. അടുത്തത് പോയിസൺ തെറ്റിയില്ലേ? പോയിസൺ അറ്റാക്ക് തെറ്റിയില്ല. അതുകൊണ്ട് ഭാഗ്യം. ലെവൽ 6 ഒരടിക്കുക. ലെവൽ 6. ഓക്കെ വെയിറ്റ് ഞാൻ ചാർമാൻഡറിൽ ഇറക്കിയിട്ടോട്ടെ. പോക്കിമോൺ ചാർമാൻഡർ 11 ലെവൽ. അപ്പം ഈസി ആയിട്ട് ഇപ്പം എടുക്കാം. വെയിറ്റ് ചെയ്യേ. എനിക്ക് പീക്കാച്ചിന് തെറ്റിയില്ല. ഇവനെ വെച്ചൊരു ഫൈറ്റ് ചെയ്തോട്ടെ. വാടാ സീനാണോ? നീ വാ. അവൻ്റെ വൈൽഡ് പോക്കിമോ ആയിരിക്കും. അവൻ്റെ അണ്ണനുണ്ട്. ബാക്കി കാറ്റർ ഇവനാണ് അതൊക്കെ 6 ലെവലുള്ളത്. ഒരു എംപയർ തീർന്ന നമ്മൾ എംപയർ അൺലോക്കായി കഴിച്ചു. നമ്മൾ എംപയർ എന്ന് പറയുന്നത് ഇത് അൺലോക്കാണ്. കഴിഞ്ഞ ഇതാണല്ലോ പ്ലാസ്റ്റ് എടുത്തത്. ഒറ്റ അടിക്ക് തീർത്ത അത്ര ഉള്ളു. XP എത്ര കൂടും? XP 66 പോയില്ലോ. ഓക്കെ അത് അത്ര പോയില്ലേ. അടുത്ത വാ. വേണ്ട പോക്കിമോൻ ചേഞ്ച് ചെയ്യണ്ട. അടുത്ത ആരാ അവൻ്റെ? അത് തന്നെ വീണ്ടും അത് തന്നെ. ഇത് വേറെയാണ്. സോറി വെച്ച് നേരത്തെ ഇത് എംപയർ കീരമായി. അത്രേ ഉള്ളു. ഇത് ഗ്യാസ് ടൈപ്പാണ് മിക്ക ഇവിടുത്തെ പോക്കിമോണും. 64 ഒന്നും ആയില്ല. ഇത് 64 ആയിട്ടാണ് ഞാൻ ഇത്ര 2 കളി കളിച്ചാൽ. ഈ ലെവലപ്പ് ചെയ്യണം ഒടുക്കത്തെ പാടാണ് ഗൈസ്. ഓക്കെ കാര്യം ചെയ്യാല്ല. ഇവനാ 15 ലെവല് 16 ആകുമ്പം ഇതാ എന്തൊരു 4 മില്യൺ ആകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഇത് കാണിച്ചാൽ പോരെ. വെറുതെ എന്താണ് ബോറടിപ്പിക്കണ ഇതാക്കണം. ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാൻ കഴിയും. ഓക്കെ അവനകത്തല്ല. ഇപ്പം നമ്മൾ 12 ലെവലായി. 12 ആയില്ല. 22 ചെറുത്. വെയിറ്റ് ചെയ്യുക. അപ്പം ഇനി ബാക്കി 4 മില്യൺ ആകുമ്പം. ഓക്കെ 4 മില്യൺ ആവണം മുമ്പ്. ഹലോ ഗായ്സ്, അങ്ങനെ പീക്കാച്ച് തെറ്റിയേ. അത്രേ ഉള്ളൂ പീക്കാച്ച്. ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യേ. ഒരറ്റാക്കും വേണ്ട. സ്ക്രാച്ച് കൊടുക്കണോ? ചാവല്ലേ ചത്ത സീനാണ്. ചാവാൻ വേണ്ട. അവിടെ കൊടുക്കണ്ട. പേടിപ്പോ പീക്കാച്ചിന് തെറ്റിയായി. അത്രേ ഉള്ളൂ. ഫീമെയിൽ പീക്കാച്ച്. പിന്നെ നമ്മൾ പുതിയ അറ്റോ ഞാൻ 13 ലെവലാണ്. 14 ലെവലായി. ഇപ്പം നമ്മൾ ഇത്രയും ഗ്രൈൻഡ് ചെയ്ത് കുറേ ട്രെയിനേഴ്സിന് ഡിഫീറ്റ് ചെയ്ത് 14 ലെവലായി. അപ്പോൾ ആ 13 ലെവലായ പുതിയ മെറ്റാക്ലോ അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വെയിറ്റ് ചെയ്യേ. ഇപ്പം കാണിക്കണ്ടോ? ഇപ്പം കാണിച്ചേന്ന്. വെയിറ്റ് ചെയ്യും. ഞാൻ പിടിയാ വെച്ചോടെ. എത്ര പോക്കികളുണ്ട്? എത്ര ഫുള്ളും ഞങ്ങൾക്ക് വിറ്റൂലെന്നാണ് വിചാരിച്ച. പിന്നെ അത്ര റയർ ഉണ്ടെന്ന് തോന്നുന്നു. റയറാണെന്ന് തോന്നുന്നു ഈ പിക്കാച്ചു.
പിക്കാസ് ലെവലിൽ വേണം. ഇപ്പോൾ വെച്ചാൽ ഒരു 7 ലെവലിലാക്കി പോകണം. നമുക്ക് ഇങ്ങനെ അവിടെ വാറ്ററിൻ്റെ ജിമ്മൊക്കെ ഉള്ളപ്പോൾ ഒരു ഇലക്ട്രോണിക്കില്ലാതെ പറ്റൂല. ഇവിടെ ഫസ്റ്റ് അത്രേ ഉള്ളൂ. ഏതാ സാധനം എന്ത് ചെയ്യാൻ? പിക്കാച്ച് അത്രേ ഉള്ളു. ജീവൻ നിക്നെയിം പിക്കാച്ചിന് കൊടുക്കണോ? എന്തിനൊന്നും കൊടുക്കാം പിക്കാച്ചുവിന്? പിക്കാച്ചു പിക്കാച്ചു ഇൻവോൾവ് ആവൂലല്ല. റേച്ചായിട്ട് ഇൻവോൾവ് ആവോ? പിക്കാന്ന് കൊടുക്കാം. പിക്കാച്ചു കൊടുക്കണം. വേണ്ടല്ല ഇങ്ങനെയായിട്ട് പിക്കാച്ചു തന്നെ നടക്കട്ടെ. വേണ്ട ബാറ്റെടുത്തിട്ട് വേണ്ട. പിക്കാച്ചിനൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞാൻ 15 ലെവൽ 16 ആവാൻ കുറച്ച് ഇതാവുമ്പോൾ നിങ്ങൾക്ക് അടുത്ത കാണിക്കാം. ഓക്കെ, എത്ര ആണല്ലോ നിങ്ങൾ ആക്കണം. ഓക്കെ ലാസ്റ്റ്. ഹലോ ഗായ്സ്, വീണ്ടും ഒരു പിക്കാച്ചു വിറ്റ്. 3 ലെവലുള്ള ഒരു കില്ലാടി പിക്കാച്ചു, മെയിൽ പിക്കാച്ചാണ്. അപ്പോൾ ഇതിനെടുക്കാം. 5 ലെവൽ 3 ലെവൽ അത്ര കണക്കൊക്കെ തന്നെ. നമുക്ക് ഈ പിക്കാച്ചു എടുക്കാം. ഈ പിക്കാച്ചു 5 ലെവലല്ലേ? ഇത് വേണോ? ഇത് മെയിലല്ലേ? ജയിക്കുന്ന അത്രയും മെയിനാണ്. നമുക്ക് ഇത് തന്നെ എടുക്കാം. ഇതെടുക്കാം. ഈ പിക്കാച്ചു നമ്മൾ മെയിൻ പിക്കാച്ചു. ഓക്കെ ഗൈസ്, ബാഗ് നമുക്ക് ഈ പിക്കാച്ചു മതി. ഓക്കെ, അവിടെ പോക്കിബോളില്ലേ? പോക്കിബോളും ഇതാണ് മെയിൻ. ഓക്കെ, ഇതിനെ ഇപ്പോൾ തന്നെ ഈ 14 ലെവലാകുമ്പോൾ തന്നെ ഇതിനെ ഞാൻ ഒരു 7-8 ലെവലാക്കും. കാരണം നിന്നെ പാവനെന്ന് പറഞ്ഞ് കയറ്റുമ്പം എന്നെ അറ്റാക്ക് ചെയ്യണം. അതായത് നിന്നെ ഞാൻ ഒറ്റാക്കി ചാവും. അതാണ് കൊല്ലാത്ത കയറടെ അകത്ത്. ഇതിൽ നീ കയറി പോകണം. ഞാൻ നിന്നെ കയറ്റൂല. ഇതിൽ കയറൂലേ നീ? 2 അത്രേ ഉള്ളൂ. കയറിയിട്ടുണ്ടേ. പിക്കാച്ചു കൊറ്റ്. ഓക്കെ, നിക്നെയിം വേണ്ടല്ല. നിക്നെയിം വേണ്ട. പിക്കാച്ചിനെ ഇറക്കട്ടെ. പിക്കാച്ചു നിക്നെയിം ഒന്നും വേണ്ട. എനിക്കിനി ട്രെയിനേഴ്സ് ഒന്നും ഇല്ല കൈസ്. അപ്പോൾ ഞാൻ ഇത് കുറച്ചുകൂടി ലെവലാക്കി. ഇന്ന് നമ്മൾ കറ്റ് ചെയ്യും കൈസ്. ഇന്ന് നമ്മൾ കറ്റ് ചെയ്യും. ഇത് ലാസ്റ്റാണ്. ഓക്കെ, നേരത്തെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ്. ഓക്കെ, ഹലോ ഗൈസ്, നമ്മൾ ചെയ്ത് കുറേ കളിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളപ്പോൾ രണ്ടാമതൊരു പൊക്കിമോനെ പിടിച്ചില്ലേ? പിക്കാച്ചു 3 ലെവലിൽ അതിനെ 6 ലെവലാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ 5 ലെവലിൽ നമ്മൾ ആ പിടിച്ച പോലെ തന്നെ പിജിയെ 6 ലെവല്, പിന്നെ ഇതിനെ 15 ലെവലാക്കിയായി. പിന്നെ ആക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇവിടെ അല്ലാതെ നമ്മൾ ഗ്രാസിൽ പോകുമ്പോൾ നമ്മൾ പിടിക്കുന്ന പൊക്കിമോൻ അത്ര 4 ലെവൽ അത്ര ലെവലൊക്കെ 22 അത്ര എക്സ്പി ആയിട്ടുള്ളൂ. നമ്മൾ ട്രെയിനേഴ്സിന് അത്രയും തീർത്തു. ഇതിനകത്ത് ഇവിടെ ഉള്ളത് അവിടെ ഉള്ളത് എല്ലാ സൈഡിലുള്ളത് തീർത്തിട്ടുണ്ട്. ഈ സൈഡ് ഇങ്ങോട്ടൊക്കെ ഉള്ള സൈഡിലൊക്കെ ഇതൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി റോക്കിന് ജിം അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ അത് കാണിച്ച് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അവിടെ സ്ഥലം എത്തിയിട്ടുണ്ട്. റൂട്ട് അപ്പോൾ നമ്മൾ സിറ്റി എത്തും. അത്രേ ഉള്ളൂ. നമ്മൾ സിറ്റി എത്തിയത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ പോക്കിമോൺ സെൻറ്ററിൽ പോവാം. അത് കഴിഞ്ഞ് റോക്കിൻ്റെ ജിമ്മില്ലേ? റോക്കിൻ്റെ ജിം അതിന് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാം. ഒരു ചാൻസ് നോക്കൂല. അത് തീർത്തില്ല. അത്രേ ഉള്ളൂ. ഫുള്ള് ഹീലാക്കി തന്നെ 4 പോക്കിമോൺ. 1 പിക്കാച്ചിന് 5 ലെവലാണ്. വെറുതെ ഇരിക്കട്ടെ അല്ല കഴിക്കും. ഇന്ന് ഇന്ന് എന്താ റോക്കിന് ജിമ്മിൽ നമ്മൾ ജയിച്ചാൽ ഇന്ന് 4 മില്യൺ ആവും കൈസ്. ഓക്കെ, മിക്കവാറും ആവും. ഓക്കെ, റോക്കറ്റ് ജിം എവിടെ ഇരിക്കണ? ഈ സൈഡിലോ ഇങ്ങോട്ടല്ലേ? അതാണ് റോക്കറ്റ് ജിമ്മ്. തീർക്കാൻ പറ്റും. ഫസ്റ്റ് അവന്മാരെ കുറച്ച് അവൻ്റെ ഫസ്റ്റത്തെ ട്രെയിനേഴ്സിന് അയക്കുക. എന്നിട്ട് റോക്ക് വരുമല്ലോ ലാസ്റ്റ്. നമ്മൾ ഫസ്റ്റ് കുറേ ആവശ്യം ജിം. ഓക്കെ, അത്രേ ഉള്ളൂ. ജിമ്മിലൊക്കെ കയറി ഇപ്പം തീർത്തരാം അവന്മാരൊക്കെ. വെയിറ്റ് പിക്കാച്ചിൻ്റെ മാർക്കറ്റ് ഇത് 4 മില്യൺ 4 മേണ്ടറൊക്കെ എത്തി. മറന്നു. ഇത് ഡിസ്കോ ഹാപ്പനിങ്. ഓക്കെ, ഫസ്റ്റ് പോക്കിമോൺ ഔട്ട്. പിന്നെ മാച്ച് ഇതിലൂടെ വന്നു. പിന്നെ സംസാരിക്കേണ്ടായിരുന്നു. പോക്കിമോൺ ചാർമെൻഡർ സ്വിച്ച് ഫസ്റ്റ്. ഓക്കെ ഫസ്റ്റ് നീ വാടാ. അത്രേ ഉള്ളൂ. റോക്ക് തോടെ ഇരിക്കാണ്. റോക്കിൻ്റെ ഒനിക്സ് ഉണ്ട്. റോക്കിന് അത് ഏത് ഒനിക്സ് ഉണ്ട് റോക്കിന്. പക്ഷെ നമ്മളിപ്പോൾ 15 ലെവലായില്ല. അപ്പോൾ സീനിലാണല്ലേ. റോക്കിന് ഒനിക്സ് ഉണ്ട്. ഒനിക്സ് നമുക്ക് എവിടെ നിൽക്കാനാണ്? ഒനിക്സ് കിട്ടിയില്ലേ? 2 പോക്കിമോൺ. വാടേ. അപ്പോൾ ഇവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ചാറും ആവും ഗൈസ്. പുതിയ അറ്റാക്ക് കാണിച്ചാലും മെറ്റാ ക്ലോ കാണിച്ചാലും മെറ്റൽ ക്ലോ അങ്ങനെ ക്ലോ ആണ് ക്ലൗ അല്ലേ? ഓക്കെ, മെറ്റാ ക്ലോ
ഇതാണ് പൊളി അറ്റാക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ ചാവയോ ഇല്ല 10 ലെവലൊക്കെ അവന് ഏത് അറ്റാക്ക് എനിക്ക് കാറ്റ് ഓടെ ഒറ്റ പോലെയാണ് എനിക്ക്. ഓക്കെ തീർന്നല്ല ഞാൻ അടുത്തവനെ വിളി എത്ര EXP കാണും. EXP ഇത് താഴെ എഴുതി EXP ആണ് XP 153. അപ്പോൾ ഇവനെ ഇത് ഏതോ അടുത്ത് അയക്കണമെന്ന് കണ്ടില്ലടാ വാർത്ത ഏതോ അടിക്കണേന്ന്. സാൻഡ്രൂ ഇവനാ ഇവൻ മെറ്റാക്ലോ തീരുമെന്നാണ് തോന്നുന്നത്. നമ്മൾ റോക്കിൻ്റെ കൂടെ കളിച്ച് ജയിക്കാൻ നമുക്ക് 4 മില്യനായ കൊള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ ആവുമെന്തോ മിക്കവാറാവില്ല. 16 കൊല്ലം ആവുമല്ലോ. എംപയർ കൊടുത്തു നോക്കാം. എംപയർ നല്ല എഫക്റ്റ് ആയിരുന്നു. പക്ഷേ എംപയർ ഒന്ന് ആദ്യം ഡാമേജ് പറഞ്ഞടെ ഇതിന് അവൻ്റെ കൂടെ ഫൈറ്റ് ആവുള്ളതാണ്. തീർന്നല്ല ഡാമേജ് ഒന്നും ആ അത്ര നമ്മൾ റോക്കിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ 4 മില്യനാണ് കൈസ്. റോക്കിൻ്റെ കൂടെ കളിച്ചിട്ട് അങ്ങനെ റോക്കിനും ജിമ്മും കൂടെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒന്ന് കളി നിർത്തും കൈസ്. പിന്നെ നമുക്ക് അടുത്ത പാർട്ടി ചെയ്യാം. ഓക്കെ റോക്ക് ആദ്യത്തെ ജിമ്മാണ് കൈസ്. എല്ലാവരും നോക്കും. ഓക്കെ റോക്ക് ഹാർട്ട് അങ്ങനെയാണല്ലോ അവരെ പോയി വിൽ പവർ റോക്ക് ഹാർട്ട്. അവന് ഫസ്റ്റ് പോക്കി പോയതായിരുന്നു. അയ്യോ ഫസ്റ്റ് ഏത് ലാസ്റ്റിലെ മോനിക്സിന് നിന്ന ഫസ്റ്റ് ഏതായിരുന്നു വരുന്ന എല്ലാം മറന്നു. ഓക്കെ വെയിറ്റ് ഓക്കെ ലീഡർ റോക്കെന്നല്ലേ ബ്രോ ഈ ഒന്നിരിക്കണം. റോക്സ് ഫസ്റ്റ് മറ്റേ ഫസ്റ്റ് ആയി ഓക്കെ 12 ലെവലൊക്കെ ഇവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പം 4 മില്യൺ ആകാൻ കഴിച്ചു. അതൊരു വേറെ നമ്മളിപ്പോൾ ചാർജാടൊക്കെ ആകുമ്പോൾ ഒരു ഇതാണ്. ചാർജാടൊക്കെ ഇനി എത്ര ലെവലാണ്? 36 ഇത്രയിൽ ഇങ്ങനെ ചാർജാടാൻ കുറേ എടുക്കും. ഡാമേജ് എന്തോ ഒനിക്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേറെ ഒരുത്തിനും ഇല്ല. ഞാൻ തന്നെ ഇത് ഫൈറ്റ് ചെയ്യണം. അത്ര ലാസ്റ്റ് പോഷൻ ഉണ്ടോ എൻ്റെ കയ്യിൽ? പോഷൻ ഉണ്ടാന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ താങ്ക് ഡിഫൻസ് അങ്ങനെ അവരെ ക്ലോയിൽ തീർക്കാം. വെയിറ്റ് ചെയ്യേ ഓക്കെ തീർന്നു. ഓക്കെ തീർന്നു അത്രേ ഉള്ളൂ. ഓക്കെ എത്ര 220 ആയില്ലേ? 16 രൂപ ആയില്ലേ? ഓക്കെ യൂസ് ഓണിക്സ് ചേഞ്ച് വേണ്ട. നമുക്കൊരു 16 ലെവലായി ആവത്തുനിന്ന് കളി കഴിഞ്ഞിട്ടായിരിക്കും ആവണം. വെയിറ്റ് ഓണിക്സ് പോത്തി വെയിറ്റ് ചെയ്യുക. ബാഗ് എടുക്കട്ടെ ഫസ്റ്റ്. ഉണ്ടോണേ അത്രേ ഉള്ളൂ. ഉണ്ട് യൂസ് ചെയ്യും. ഇങ്ങനെയാണല്ലോ യൂസ് ചെയ്യണേ. സാറിന് എൻ്റെ ഫുൾ HP ആക്കി നോക്കി. അതായത് ചാവും. എൻ്റെ റോക്ക് അറിയാം. ഓണിക്സിനെ കാണാൻ ഏതാ ലുക്ക്. ഓണിക്സ് എപ്പോൾ തിറ്റോ നമുക്ക് ഫൈറ്റ്. എംപയർ വേണ്ട. മെറ്റാക്ലോ കൊടുത്തു നോക്കാം. വേറെ ഇത് രണ്ടെണ്ണം നമ്മൾ മെയിൻ അറ്റാക്കുള്ളൂ. അപ്പോൾ അതും എഫക്റ്റീവ് ആയില്ല. എവിടെ എഫക്റ്റീവ് ഇതാണ് ഞാൻ പറഞ്ഞത്. അവനെ പീക്കാച്ചു നൽകി ഫസ്റ്റ് പാരലൈസ് ആയിരുന്നു. എംപയർ തീരെ ബ്ലൈൻഡ് അപ്പം ഇത് വീണ്ടും ചെയ്യണോടാ. എഫക്റ്റ് കഴിയും ഇപ്പം. ഫോണിലെടുത്ത് ഇപ്പം കൊല്ലും. അവൻ്റെ തീർന്നു. നേരത്തെ ബൈൻഡ് വെച്ച് മെറ്റാക്ലോ തീരോ പറ്റുമോ? അത്രേ ഉള്ളൂ. റോക്ടോ മിറ്റാവൻ തീരും. ഇപ്പം തീരും. റോക്ടോപ്പം നല്ല ഇപ്പം തിരിഞ്ഞ് എന്തിനാ ഇപ്പം ഒരു മെറ്റാക്ലോ ചാവല്ലേ ഒണിച്ച് അറ്റാക്ക് യൂസ് അത്രേ ഉള്ളൂ. നമ്മളെ ലക്കെന്ന് വെച്ചാൽ തീർന്നല്ല അത്രേ ഉള്ളൂ. ബാഡ്ജ്
ഇപ്പൊ അവൻ അറ്റാക്ക് വല്ല മിസ്സാവണ തേനെ 14 ലെവലായില്ലേ നമുക്കിപ്പോ ആവൂല ഇത് ഇവിടെ 320 എത്ര എക്സ്പീരിയൻ എത്ര ഫ്രീ ആയിട്ട് 17 ലെവലാവാറായി അത്ര ആള് തീർത്ത് നീന്ന് പറയണ്ട വിക്ടറി ഓക്കെ ബാഡ് ചീറ്റ് നമുക്ക് എന്ന് നമുക്ക് അവിടെ പോകാൻ പറ്റുമോ വെയിറ്റ് ഈ ബാഡ് ചീറ്റ് നമുക്ക് പോവാം വെയിറ്റ് മാക്സ് യുവർ പോക്കിമോൻ മോൺ പവർഫുൾ അല്ല അവനെ അവിടെ പോകാൻ പറ്റുമോ അതാണ് നോക്കണം ഞാൻ നമ്മൾ ഫസ്റ്റ് മറ്റേ ഇവരെ ഗ്രേ ആയിട്ട് ആദ്യം രണ്ടാമത്തെ ഫൈറ്റ് ഇല്ലേ അവിടെ പോയി ഒരു സ്ഥലം ബാഡ്ജ് വേണമെന്ന് പറഞ്ഞു ലീഡ് ട്രെയിന് ഓടാ അത്രേ ഉള്ളൂ ഓരേ ഏതാ സാധനം അവൻ്റെ ഏതാ സാധനം എന്ത് ചെയ്യാം അവള് അത്രേ ഉള്ളു ആവുമല്ല അത്രേ ഉള്ളു ജാമില്യൻ ഓറഞ്ച് കളർ ഇരിക്കണം ചാമില്യൻ ഓക്കെ നമുക്ക് ഇനി ബാഡ് ഇട്ടില്ല നമുക്കൊരു ബാഡ് അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കണേ ഓക്കെ നമുക്ക് അവിടെ പോയി നോക്കണമല്ലോ കാണാം ഓക്കെ ആ ബാഡ് കിട്ടിയെന്ന് തോന്നുന്നു നമ്മളതിൽ ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കഴിച്ചു ഇപ്പം തന്നെ 16 സംതിങ് മിനിറ്റായി 16 അരമണിക്കൂറെ കൂടുതലായി അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഇനി ബാക്കി വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ പാർട്ടായി ചെയ്യുന്നത് ഓക്കെ ബൈ